നമസ്കാരം. എൻ്റെ പേര് മനു, ഒരു അഭിഭാഷകനാണ്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റും കൂടിയാണ് നിയമത്തിൽ. ഞാൻ സെമിനാറിൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയിലെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും, ചില യാഥാർത്ഥ്യ ചിത്രങ്ങൾ. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭരണഘടനയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ ഈ വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ഒരുപക്ഷെ അങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഭരണഘടന, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയും സ്വതന്ത്ര ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴും ഭരണമുണ്ടായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിലും ഭരണമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഭരിക്കുന്നവൻ്റെ തൊലി നിറം വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരും ഭരിച്ചു, വെള്ളക്കാരും ഭരിച്ചു, ഇന്ന് നമ്മളുടെ സ്വന്തം നാട്ടുകാർ ഭരിക്കുന്നു. പക്ഷെ അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അന്നും നിയമങ്ങളുണ്ടായിരുന്നു, നിയമാവലികളുണ്ടായിരുന്നു, അന്നും ഭരണമുണ്ടായിരുന്നു, അന്നും ലീഗൽ പ്രിൻസിപ്പിൾസും കോടതികളും ഫെഡറൽ കോർട്ട്സും മജിസ്ട്രേറ്റുമാരും തഹസീൽദാരും എല്ലാം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയെ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്? ആ വ്യത്യാസം എന്ന് പറയുന്നത് ഭരണമല്ല, ഒരു ഭരണ വ്യവസ്ഥയാണ്. ഒരു മീനിങ് ഫുള്ളായ സാർത്ഥകമായ ഒരു ഭരണ വ്യവസ്ഥ. ആ ഭരണവ്യവസ്ഥയെ നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നു. ഭരണഘടന എന്താണ്? ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ലാർജസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഭരണഘടന എന്ന ഒരു പേരുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അതിൽ പ്രസിഡൻ്റ് എങ്ങനെ ഇലക്ട് ചെയ്യപ്പെടണമെന്നും പ്രൈം മിനിസ്റ്റർ എങ്ങനെ ഇലക്ട് ചെയ്യപ്പെടണം, ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു MLAയുടെ പ്രായം എത്രയാവണം, എത്ര മിനിമം ഏജ് വേണം, ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും എമർജൻസി പ്രൊവിഷൻസ്, ഒരു അത്യാസന്നമുള്ള ഒരു പ്രത്യേക സമയത്തിൽ എങ്ങനെ കാര്യങ്ങൾ നേരിടാം, എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ അതാണോ ഭരണഘടന? ഭരണഘടന എന്ന് ഒരു പക്ഷേ ഈ സെമിനാറിൻ്റെ വിഷയത്തിൻ്റെ ടോപ്പിക്കിനുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഭരണഘടന എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഭരണഘടന നമുക്ക് നൽകുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. ആ മൗലികാവകാശങ്ങളെ ഏതെല്ലാം രീതിയിൽ ഒരു സർക്കാരിന്, ഒരു ഭരണകൂടത്തിന് ഏതെല്ലാം രീതിയിൽ അതിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നിയമപരമായി ഭരണഘടനാപരമായി തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ മൗലികാവകാശങ്ങളും ഭരണകൂടത്തിൻ്റെ ശക്തിയും ഭരണഘടനാപരമായി തന്നെ നൽകി വന്ന ആ ശക്തിയും തമ്മിലുള്ള ഒരു വടംവലി, അതായിരിക്കും ഈ സെമിനാറിൻ്റെ പൊതുവെയുള്ളൊരു കോണ്ടെക്സ്റ്റ്. ഈ ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതാണ്. ഭരണഘടന ഇപ്പോൾ റൂസോയും അല്ലെങ്കിൽ ഓസ്റ്റിനും എല്ലാം പോലുള്ള ഫിലോസഫേഴ്സൊക്കെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ഉടമ്പടി, ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ഉടമ്പടി. ആക്ച്വലി ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ഉടമ്പടിയല്ല, റാദർ ജനങ്ങൾക്കിടയിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വരികയാണ്. ഇതൊരു ഫിക്ഷനാണ്, ഒരു ലീഗൽ ഫിക്ഷൻ. ഇത് ശരിക്കും സംഭവിക്കുന്ന ഒന്നല്ല, പക്ഷേ ഇങ്ങനെയാണ് എന്നാണ് നിയമത്തിൻ്റെ വെപ്പ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വരികയാണ്, പരസ്പരം സംവദിക്കുന്നു, എന്നിട്ടൊരു ധാരണയിലെത്തുന്നു. അതായത് നമ്മളുടെ സുരക്ഷയും നമ്മളുടെ അവകാശങ്ങളും നമുക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള കെൽപ്പ് നമുക്കില്ല. എന്നാൽ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം, ഒരു പുതിയതായിട്ടൊരു സ്ഥാപനം നമുക്ക് തുടങ്ങാം. അതാണ് ഗവൺമെൻറ്. അപ്പോൾ സിറ്റിസൺസ്, പൗരന്മാർ ഈ ഭരണകൂടത്തിനോട് പറയുകയാണ്, എൻ്റെ ഇന്ന അവകാശങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുക, അതിന് വേണ്ട എല്ലാവിധ അധികാരങ്ങളും നിങ്ങൾക്ക് തരുന്നു, എന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഈ അവകാശങ്ങൾ. അപ്പോൾ ആ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തരുന്ന അധികാരം, അതേ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ, ബ്രീച്ച് ചെയ്യാൻ, വയലേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായി ഉപയോഗിക്കരുത്. അതാണ് ബേസിക്കലി സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് ഇപ്പോൾ
ഈ ഒരുപറ്റം ആളുകൾ അവർക്ക് നൽകിയ ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ അവസാനത്തെ വാചകം പോലും അങ്ങനെയാണ്, വി ഡു ഹിയർ ബൈ അഡോപ്റ്റ് ആൻഡ് ഗിവ് അവർ സെൽസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നൽകിയ ഒന്നാണ് ഭരണഘടന. അല്ലാതെ BR അംബേദ്കറോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദോ അല്ലെങ്കിൽ നെഹ്റുവോ ഗാന്ധിയോ സ്വാതന്ത്ര്യ സമര സേനാനികളോ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഭരണകൂടമോ നമുക്ക് തന്ന ഒന്നല്ല ഭരണഘടന. നമുക്ക് നൽകിയ ഒന്നാണ് ഭരണഘടന. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന എന്ന് പറയുന്ന ടെക്സ്റ്റ്, ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് അവകാശങ്ങളെ കാണുന്നത് അതിൻ്റെ ക്രിയേറ്ററായിട്ടല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അവകാശങ്ങളെയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു അവകാശങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അവകാശങ്ങളെല്ലാം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പുസ്തകം മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവകാശങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ഭ്രൂണാവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഫിക്ഷൻ. ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ്, ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നാളെ ഭരണഘടന ഭേദഗതി ചെയ്ത് ഈ അവകാശങ്ങൾ ഒരിക്കലും ഭരണകൂടം എടുത്തു കളയരുത്. ഭരണഘടന തരുന്ന അവകാശങ്ങളാണെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ ഭരണകൂടത്തിന് ഒരു പാർലമെൻറ്റിൽ ഒരു 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അവകാശങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്തു കളയാം. അങ്ങനൊരു അവസരം ഒഴിവാക്കാനാണ് ഇങ്ങനൊരു ലീഗൽ ഫിക്ഷൻ. അതായത് ഭരണഘടന തരുന്ന ഒന്നല്ല, ഗ്യാരണ്ടി ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്യാൻ അധികാരമുള്ള ഒരു ബോഡിക്ക് പോലും ഈ അവകാശങ്ങളെ തൊട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ആ ഭരണകൂടം നിലനിൽക്കുന്നത് തന്നെ ഈ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജർമ്മൻ ഫിലോസഫറായ സാവിഗ്നിയൊക്കെ പറയുന്ന പോലെ, അതായത് അദ്ദേഹം പറയുന്നത് ഫോക്ക് ജീസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച്. അത് ഫോക്ക് ജീസ്റ്റ് എന്ന ജർമ്മൻ ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ലോ ആണ്. അതായത് നിയമങ്ങളും അവകാശവും, അതായത് പ്രത്യേകിച്ച് അവകാശങ്ങൾ, അത് എല്ലാ കാലത്തുമുള്ള ഒന്നാണ്. അതാത് കാലത്തെ നിയമങ്ങളും നിയമപുസ്തകങ്ങളും നിലനിൽക്കുന്ന അവകാശങ്ങളെ വെറുതെ റെക്കഗ്നൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ വിട്ടുപോകുന്ന, മറന്നുപോകുന്ന എല്ലാ നിയമങ്ങളെയും നിയമങ്ങളായി കാണരുത് എന്നാണ് സാവിഗ്നി പറഞ്ഞത്. അപ്പം ഇതൊക്കെ സോഷ്യൽ കോൺട്രാക്ട് തിയറി അല്ലെങ്കിൽ പൊതു കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊക്കെ പറയുന്ന ലീഗൽ കൺസെപ്റ്റുകളുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചായിരിക്കും ഈ സെമിനാറിൽ കൂടുതലും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എങ്ങനെ വന്നു, അതെങ്ങനെയാണത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. മൗലികാവകാശങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ ഇന്ത്യക്കാർ സൃഷ്ടിച്ച ഒന്നല്ല, നമ്മൾ കടമെടുത്താണ്. നമ്മൾ പലതും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് അവരവരുടെ ഭരണഘടനയിൽ നിന്ന് ഏകദേശം കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. അങ്ങനെ തുന്നിച്ചേർത്ത ഒരു വലിയൊരു ഡോക്യുമെൻ്റാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ട് 3, ഭരണഘടനയിലെ പാർട്ട് 3 എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ മുഴുവൻ നമ്മൾ എടുത്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതായത് ലോകത്തെ ഏറ്റവും പുരാതനമായ കോൺസ്റ്റിറ്റ്യൂഷൻ അവകാശപ്പെടുന്ന അമേരിക്കയിൽ നിന്നാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ മുഴുവൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻസ്, പല പുതിയ കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിനെല്ലാം ഇന്നും ഇന്ത്യൻ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമെല്ലാം ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് US സുപ്രീം കോടതിയുടെ വിധികളും വിധിന്യായങ്ങളുമൊക്കെയാണ്. അവിടുത്തെ ലെജിസ്ലേറ്റീവ് പോളിസിയിലൊക്കെ ഇന്നും നമ്മൾ വളരെയധികം പല കാര്യങ്ങളും ഇൻഫർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ അവരിൽ നിന്ന് കടമെടുത്തു എന്ന് പറയാൻ പറ്റില്ല, അവരിൽ നിന്ന് സ്വീകരിച്ച ഒന്നാണ്. അതൊരു രീതിയിൽ ആ സമയത്ത് BR അംബേദ്കറിനും അതുപോലുള്ള വലിയ വിഷണറീസിനും തോന്നിയ ഒരു നല്ലൊരു ഒരു വിഷൻ തന്നെയാണത്. കാരണം ആ സമയത്ത് സിവിൽ ലിബർട്ടേറിയൻ എന്ന് അവകാശപ്പെടാൻ വളരെ ചുരുക്കം രാജ്യങ്ങൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു രാജ്യമായിരുന്നു അന്ന് US. അതുകൊണ്ട് തന്നെ അവിടെയും ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്തൊക്കെ വന്നാലും ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തിനേക്കാൾ എന്തുകൊണ്ടും ഒരുപക്ഷെ മൗലിക അവകാശങ്ങൾ സ്വീകരിക്കാൻ ഒരുപക്ഷെ US തന്നെയായിരിക്കും ഒരു മോഡൽ സ്റ്റേറ്റ്. ഞാൻ ഈ സെമിനാറിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ മൗലികാവകാശം ഫ്രീഡം ഓഫ് തോട്ട്.
ചിന്തകൾ കൈവശം വെക്കാനുള്ള ഒരു വ്യക്തിയുടെ മൗലികാവകാശം. ഫ്രീഡം ഓഫ് തോട്ട്, അങ്ങനൊരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലില്ല. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. US ഭരണഘടനയിലും ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ എന്താണ് ചിന്ത? അതായത് ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഭരണഘടന വഴി. അഭിപ്രായം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരുപക്ഷെ നമ്മളുടെ ഭരണഘടനയിലായാലും അമേരിക്കൻ ഭരണഘടനയിലായാലും ഫ്രീഡം ഓഫ് തോട്ട് അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ വെച്ചതിൻ്റെ ഒരു കാരണം, ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിനകത്ത് മാത്രം നടക്കുന്നൊരു സാധനമാണ്. അത് ഭരണകൂടത്തിന് ഒരിക്കലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു സാധനം ഉണ്ടോ ഇല്ലയോ. ഇനി അഥവാ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ അതിലെങ്ങനെ ഇൻ്റർഫിയർ ചെയ്യും? കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് നടക്കുന്ന ഒരു ചിന്ത മാത്രമാണ്, ഒരു ഒപ്പീനിയൻ മാത്രമാണത്. അത് പുറത്തേക്ക് വന്നാൽ, വാക്കുകളായോ സ്പോക്കൺ ഓർ റിട്ടൺ, എഴുതിയോ പറയുകയോ വാക്കുകളായി പുറത്തു വന്നാൽ സമ്മതിച്ചു, ഗവൺമെൻറ്റിന് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു ടാൻജിബിലിറ്റി ഇല്ല. ആ ടാൻജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഫ്രീഡം ഓഫ് തോട്ട് നല്ലൊരു ശതമാനം ഭരണഘടനകളിലും, ലോകത്തെ മിക്കവാറും നല്ലൊരു ശതമാനം ഭരണഘടനകളിലും ഫ്രീഡം ഓഫ് തോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് ഇല്ലാത്ത US കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ജസ്റ്റിസ് ബെഞ്ചമിൻ കാർഡോസോ എന്ന് പറയുന്ന അവരുടെ ഒരു സുപ്രീം കോടതി ജഡ്ജ് 1937 പാൽക്കോ വേഴ്സസ് കനക്ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഡെസിഷനിൽ ഒരു ജുഡീഷ്യൽ ലിറ്ററേച്ചർ ഇന്ന് വളരെയധികം, ഇന്ന് ഫ്രീഡം ഓഫ് തോട്ട് ഒരുപക്ഷെ കൺസെപ്ച്വലൈസ് ആയതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ ജഡ്ജ്മെൻ്റ് ആയിരിക്കും. ഈ ജഡ്ജ്മെൻ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ ഫ്രീഡം ഓഫ് തോട്ടിന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്നത് മറ്റെല്ലാ അവകാശങ്ങൾക്കും മുമ്പേ നടക്കുന്ന ഒരവകാശമാണ്. ഫ്രീഡം ഓഫ് തോട്ട് ഇല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ, അഭിപ്രായ പ്രകടനത്തിനുള്ള നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവില്ല, ഒരു മതാചാരം അത് അനുഷ്ഠിക്കാനുള്ള അവകാശം നിങ്ങളുണ്ടാവില്ല. കാരണം ഇതെല്ലാം അതിൻ്റെ അബ്സ്ട്രാക്റ്റിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു ബെയർ കൺസെപ്റ്റ്, ഒരു ഒപ്പീനിയൻ ആയിട്ടാണ് നിങ്ങളുടെ മനസ്സിലാദ്യം ഉണ്ടാവുക. അത് പുറത്തേക്ക് വന്നതിന് ശേഷം ഓഫ് കോഴ്സ് ബാക്കിയുള്ള ഡൊമസ്റ്റിക് നിയമങ്ങളും എല്ലാം അതിലേക്ക് വരുന്നതായിരിക്കും. പക്ഷെ അതുവരെ ഇതിന് ഒരു ടാൻജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. പക്ഷേ എവിടെയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് എന്ന് ജസ്റ്റിസ് കാർഡോസോ ആ വിധിന്യായത്തിൽ വളരെ നന്നായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു മെജോറിറ്റേറിയൻ സെൻറ്റിമെൻറ്റിൽ വരുന്ന ഒരു മെജോറിറ്റേറിയൻ ഭരണകൂടം, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്ക് മോദി സർക്കാരിനൊക്കെ അങ്ങനെ പറയാം, കൃത്യമായൊരു മെജോറിറ്റേറിയൻ സെൻറ്റിമെൻറ്റിലാണ് വരുന്നത്. ഒരു ഭൂരിപക്ഷ അഭിപ്രായമുണ്ട്, ഒരു ഭൂരിപക്ഷ ഇമോഷനും ഉണ്ട്. വെറും ഒരു അഭിപ്രായം അതല്ല, ഒരു വലിയൊരു ഇമോഷനിലാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ന്യൂനപക്ഷ ചിന്താഗതികൾ, ആ ചിന്താഗതികൾ പ്രവർത്തികളാവുമ്പോൾ മാത്രമല്ല ആ ചിന്താഗതികൾ പോലും ത്രെട്ടൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബീഫ് കഴിക്കുന്നതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നത് പോലും ഒരു വലിയൊരു പാപമായിട്ടാണ് ഇന്ന് സൊസൈറ്റിയിൽ കാണപ്പെടുന്നത്. അതുപോലെ ഗേ മാരേജ്, ഹോമോസെക്ഷുവാലിറ്റി, അതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഒരല്പം മുമ്പ് അധ്യക്ഷനും പ്രസിഡൻ്റായിട്ടുള്ള മാഷും എല്ലാം പറഞ്ഞ പോലെ യുക്തിവാദി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭീഷണി നേരിടാൻ ഉള്ള എന്തോ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു പാപമാക്കി മാറ്റുക, സമൂഹത്തിന് കൊള്ളാത്ത, നിരക്കാത്ത, ഒരല്പം പോലും ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരാശയമായിട്ട് ഒരു ചിന്താഗതി. അവിടെ ചിന്തയെ തന്നെ ഭരണകൂടത്തിന് അടിമയെന്ന പോലെ തന്നെ ആ സൊസൈറ്റിയും അതിനെതിരെ പ്രതികരിക്കുന്നു. ഇവിടെ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് തന്നെ എത്രയോ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ബീഫ് കഴിക്കുന്നതിൻ്റെയും ചെയ്യുന്നതും തെറ്റുകളും വേറൊരു കാര്യം, അത് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാകും. പക്ഷെ കൊല്ലപ്പെടുന്ന മനുഷ്യർ, അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ചുംബന സമരം ഒരു വിവാദമാകുന്നു. ആ ചിന്തയൊന്നും ദഹിക്കാൻ പോലും നിങ്ങൾക്ക് ഒരു ടോളറൻസ് കപ്പാസിറ്റി ഇല്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ ചിന്തകളുടെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുടെ പ്രകടനം മാത്രമല്ല, അഭിപ്രായത്തെ കൂടി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെയൊക്കെ
കൂട്ടുപിടിച്ചാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR അതിൻ്റെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് തോട്ടിനെ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര നിയമത്തിൽ തന്നെ പ്രിറംപ്റ്ററി നോം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാ ഇന്ത്യൻ ഭരണഘടനയും US ഭരണഘടനയും അങ്ങനെ അതുപോലുള്ള എല്ലാ ഭരണഘടനകളും എല്ലാ ഡൊമസ്റ്റിക് നിയമങ്ങളും പാലിക്കേണ്ട ചില ഇൻ്റർനാഷണൽ ലോയിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില അന്താരാഷ്ട്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത്തരം പ്രിൻസിപ്പിളിലൊന്നായിട്ട് ഫ്രീഡം ഓഫ് തോട്ടിനെ ഇന്ന് കൺവേർട്ട് ചെയ്യുന്ന പല അന്താരാഷ്ട്ര ട്രൈബ്യൂണലുകളും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്ന് ഫ്രീഡം ഓഫ് തോട്ടിനെ അങ്ങനൊരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് സൊസൈറ്റി മനുഷ്യൻ്റെ മനസ്സിൽ ചില ഇംപ്രിൻസ് നൽകിയിട്ടുണ്ട്. ഇന്നതൊക്കെയാണ് ശരി, അതല്ലാത്തതെന്തും ഇംപ്രോപ്പറാണ്, വച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതായത് ഇപ്പോൾ ബീഫും ഗേ മാരേജും അതെല്ലാം ഒരുപക്ഷെ പിന്നെ ഒരു ആഗോള പ്രശ്നമായിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. അതെല്ലാം വിട്, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ധരിക്കേണ്ട വസ്ത്രം എന്താണെന്ന് പോലും നമ്മൾക്കൊക്കെ ഒരു കൃത്യമായ ധാരണയുണ്ട്. അത് നമ്മളും മനഃപൂർവ്വം വരുന്നതല്ല, നമ്മൾ വളരുന്ന ചുറ്റുപാടിൻ്റെയും സൊസൈറ്റിയുടെയൊക്കെ ഒരു പ്രശ്നമാണ്. ഒരു ഷോർട്ട്സ് ഇട്ടാൽ അല്ലെങ്കിൽ മിനി സ്കേർട്ട് ഇട്ടാൽ തന്നെ ആ പെൺകുട്ടിക്ക് അത് എങ്ങനെ ചിന്തിക്കാനായി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന അത്തരം അതായത് മറ്റുള്ളവരുടെ ചിന്ത നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആവണം, അതൊക്കെ ചിന്തയെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ചില പ്രവണതകളാണ്. അത്തരം കാര്യങ്ങൾക്കിടയിലാണ് ഒരുപക്ഷെ ഈ ഫ്രീഡം ഓഫ് തോട്ട്, ചിന്തകൾ കൈവശം വയ്ക്കാനുള്ള അവകാശം, അത് പതുക്കെയാണെങ്കിലും കുറേശ്ശെ സുപ്രീം കോടതി അതിനെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കീഴിൽ തന്നെ, അഭിപ്രായ പ്രകടനത്തിൻ്റെ കീഴിൽ തന്നെ അഭിപ്രായം കൈവശം വയ്ക്കാനുള്ള അവകാശത്തെ കുറേശ്ശെ പല വിധിന്യായത്തിൻ്റെ ഭാഗങ്ങളാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇനി ഞാൻ അഭിപ്രായ പ്രകടനത്തിൻ്റെ ആ അവകാശം, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഡിബേറ്റിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ഒരു റേജിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സെഡിഷൻ നിയമമാണ്. സെഡിഷൻ നിയമം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കാം. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കാം. IPCയിലെ സെക്ഷൻ 124 സെഡിഷനെ വ്യാഖ്യാനിക്കുന്നത് സ്വന്തം രാജ്യത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ അപ്രീതിയോ അല്ലെങ്കിൽ ഇന്ത്യ നല്ലൊരു രാഷ്ട്രമല്ല എന്ന് ഞാൻ പറയുകയും അതുവഴി നിങ്ങൾക്ക് അങ്ങനൊരു തോന്നൽ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ തോന്നൽ ഉളവാക്കുകയും ചെയ്താൽ ഞാനൊരു സെഡീഷ്യസ് ആക്ട് ചെയ്തു എന്നായി. ഇതാണ് ഇന്ത്യൻ സെഡിഷൻ ലോ പറയുന്നത്. ഈ സെഡിഷൻ ലോ എങ്ങനെ, ഇപ്പോൾ JNU വിഷയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു നാഷണൽ ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സെഡിഷൻ നിയമം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് ചോദ്യം. എന്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ സെഡിഷൻ ലോയെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിനാദ്യം നമ്മൾ ഭരണഘടനയിലേക്ക് തന്നെ പോകണം. ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം അനുച്ഛേദത്തിൽ എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും, എല്ലാ ഇന്ത്യൻ പൗരനും അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. ഈ അവകാശം, അതായത് ഇത് 1950 ഇന്ത്യക്കാർക്ക് കൈവശം വന്നിരിക്കുന്ന ഒരധികാരമാണ്. 1860 തന്നെ ഇന്ത്യൻ പീനൽ കോഡ് വന്നു. അതായത് സെഡിഷൻ ലോ ഫ്രീ സ്പീച്ചിന് മുമ്പേ സംഭവിച്ചൊരു കാര്യമാണ്, അതിന് മുമ്പേ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 1950 ശേഷം ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത എന്തും നിയമമല്ല എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മളിതിൽ ഈ അനുച്ഛേദം 19 കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് പറയുന്നത്, അതിൻ്റെ ജനറൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അതിന് കുറച്ച് എക്സെപ്ഷൻസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. രാജ്യസുരക്ഷയും പബ്ലിക് ഓർഡറും ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും ഹെൽത്തും മൊറാലിറ്റിയും ഒക്കെ അതിന് എക്സെപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്. ഒരു നിയമത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ജനറൽ പ്രൊവിഷന് വേണം കൂടുതൽ ഊന്നൽ നൽകാൻ, അല്ലാതെ അതിൻ്റെ എക്സെപ്ഷൻ അല്ല. ഇപ്പോൾ സെഡിഷൻ ലോയിലൊക്കെ പല കോടതികളും തെറ്റുവരുത്തുന്നതാണ്. സെഡിഷന് കൂടുതൽ ഇമ്പോർട്ടൻസും ആർട്ടിക്കിൾ 19 അഭിപ്രായ പ്രകടനത്തെ ഒരു എക്സെപ്ഷനുമായിട്ട് കരുതുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഫ്രീ സ്പീച്ച് എന്നുള്ളതാണ് നിയമം. റെസ്ട്രിക്ഷനും
രാജ്യസുരക്ഷയൊക്കെ ഒരു എക്സെപ്ഷൻ മാത്രമാണ്. ഒരു കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളെ വധിക്കുകയാണ്, മർഡറിൽ നിയമം എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ഒരു എക്സെപ്ഷൻ മാത്രമാണ് ഡെത്ത് പെനൽറ്റി. അപ്പോൾ ആ ഒരു കൃത്യമായ ഒരു ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ റൂളും പ്രിൻസിപ്പിളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഈ സെഡിഷൻ ലോയെ നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ സെഡിഷൻ ലോയ്ക്കും ഒരു US ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതും നമ്മൾ അവിടെ നിന്ന് എടുത്ത് തന്നെയാണ്. ബ്രാൻഡൻബർഗ് വേഴ്സസ് ഒഹയോ 1969 ഒരു അവിടുത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അതായത് ഒരു എമിനൻ്റ് വയലൻസോ ത്രെട്ടോ ഇല്ലെങ്കിൽ ഒരു സെഡീഷ്യസ് ആക്റ്റായിട്ട് കണക്ക് കൂട്ടരുത്. ഒരു അഭിപ്രായ പ്രകടനവും സെഡീഷ്യസ് ആക്റ്റായിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല. അതുപോലെ തന്നെ ടെർമിനിയലോ വേഴ്സസ് സിറ്റി ഓഫ് ഷിക്കാഗോ 1949 US സുപ്രീം കോടതി ജഡ്ജ്മെൻ്റാണ്. ജസ്റ്റിസ് ഡഗ്ലസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിധിന്യായമാണ്. അതിലൊരു പള്ളിയിലച്ഛൻ, ഒരു വികാരി, ഈ ടെർമിനിയലോ എന്ന് പറയുന്ന ഒരു പള്ളിയിലച്ഛനായിരുന്നു. അദ്ദേഹം ഒരു 800 പേരിരിക്കുന്ന ഒരു സദസ്സിൽ വളരെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നമ്മളുടെ കമ്മ്യൂണിറ്റി വല്ലാതെ ഒറ്റപ്പെടുന്നു, നമ്മൾക്കെതിരെ ഒരു കൂട്ടമായ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ട്, നമ്മൾ ആയുധമെടുക്കണം, ആവശ്യം വന്നാൽ എതിർക്കുന്നവനെ വെട്ടണം. അത് വളരെ ഇൻസൈറ്റ് ചെയ്യുന്ന, വളരെയധികം വയലൻസ് ഇൻസൈറ്റ് ചെയ്യുന്ന, പ്രകോപിപ്പിക്കുന്ന ഒരു പ്രഭാഷണം തന്നെ അദ്ദേഹം നടത്തി. പക്ഷേ വിഷയം അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിയൊക്കെ തുടങ്ങി. വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ജസ്റ്റിസ് ഡഗ്ലസ് പറഞ്ഞത്, നിങ്ങൾ അഭിപ്രായം പ്രകടനം എന്തിനാണ് കൊടുക്കുന്നത്? അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ എതിരഭിപ്രായമുണ്ടാവും. അത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും, ഒരു രോഷം സൃഷ്ടിക്കും. അതെല്ലാം അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമാണ്. വളരെ പേറ്റൻ്റ്ലി ഇല്ലീഗലായ ഒരു ക്രൈം നടക്കാതെ ആ അഭിപ്രായ പ്രകടനത്തെ നിങ്ങൾ രാജ്യസുരക്ഷയെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ചിത്രീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു ജൂറിസ്പ്രുഡൻസ്, ആ ഒരു ഫിലോസഫിക്കൽ ലെവല് വേണം നമ്മളുടെ സെഡീഷൻ ലോസും ഒരു പക്ഷേ കൈവരിക്കാൻ. അതുകൊണ്ടായിരിക്കും ചീഫ് ജസ്റ്റിസ് AP ഷാ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് AP ഷാ അദ്ദേഹം പറഞ്ഞതും JNU ഇൻസിഡൻറ്റിൽ ഒരു വയലൻസ്, ഇപ്പോൾ പാകിസ്ഥാൻ കി ജയ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? മറ്റൊരു രാജ്യം മാത്രമാണ്. പാകിസ്ഥാൻ കി ജയ് എന്ന് പറയുന്നതിൽ സെഡീഷ്യസ് ആയിട്ടുള്ള യാതൊന്നുമില്ല. ഇന്ത്യൻ രാജ്യങ്ങളെല്ലാം ഒരു യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് എന്ന വസ്തുത നിങ്ങളെല്ലാവരും മറക്കുകയാണ്. രാജ്യസ്നേഹം, ദേശസ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രാജ്യം എന്താണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവർ മാത്രമേ ഈ രാജ്യസ്നേഹത്തെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും ഇങ്ങനെ ഘോരമായി നിങ്ങളിങ്ങനെ സംസാരിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ഈ കാലത്ത് സെഡീഷ്യസ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് പറയാൻ പാടില്ല എന്നാണ് സെഡീഷൻ നിയമങ്ങൾ മുഴുവൻ പറയുന്നത്. ഒരു കാലത്ത് സെഡീഷൻ്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തെല്ലാം പറയണം എന്നുകൂടിയാണ്. ഫോഴ്സ്ഡ് സ്പീച്ച്, നിങ്ങൾ എന്ത് സംസാരിക്കണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കും. ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും സെഡിഷനാവും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു കാലത്ത് ഇപ്പോൾ രാജാവ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ എഴുന്നള്ളുകയാണെങ്കിൽ രാജാവിന് സ്തുതി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അകത്താണ്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് സെഡിഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനി ഇപ്പോൾ ജർമ്മൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെക്കാൾ വലിയൊരു നാഷണലിസ്റ്റ് ഇല്ല. ഇത്രയധികം നാഷണലിസം എന്ന് പറഞ്ഞാൽ ജിങ്കോയിസം എന്നൊക്കെ പറയേണ്ടത്, നാഷണലിസത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ ഇത്തിരി ദേശഭക്തി കൂടുമ്പോൾ നമ്മളെ ഭാരത മാതാവ് എന്നൊക്കെയല്ലേ പറയാം, നമുക്ക് മാതൃദേശമായി. ജർമ്മൻകാർക്ക് ജർമ്മനി മാതൃദേശമല്ല, പിതൃദേശമാണ്. ഫാദർലാൻഡ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതാണ് അവരുടെ ദേശഭക്തി. ഒരു സ്ത്രീയായിട്ട് പോലും കാണാൻ അവർ രാജ്യത്തെ കൂട്ടാക്കിയില്ല. അവർ രാജ്യത്തെ ഒരു പുരുഷൻ, വെറും പുരുഷനല്ല, ഒരു ഫാദർലി ഫിഗറായിട്ടാണ് അവരവരുടെ രാജ്യത്തെ കണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സെഡീഷൻ ലോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രസകരമായ ഒരു കേസ് ഉണ്ട്. അതായത് ഒരു ജൂ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ നാസി കാലത്ത് ഒരു അവിടുത്തെ മുന്നോക്ക ജാതി, അതായത് ആര്യൻ റേസിൽപ്പെട്ട ഒരു സ്ത്രീ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കിടയിൽ സ്നേഹമൊക്കെ ഇല്ലാതെയും തോന്നുന്നു. അപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത്, അവിടുത്തെ സെഡിഷൻ നിയമം പറഞ്ഞത്, ജ്യൂസ് എവിടെ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നാസി അഡ്മിനിസ്ട്രേഷനെ അറിയിക്കണം, അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അപ്പോൾ ഇവർക്ക് ഇവരുടെ ദാമ്പത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കണം അവർ പോയിട്ട് നാസിക്കാരടുത്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു ജൂ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാസി അഡ്മിനിസ്ട്രേഷൻ ഭർത്താവിനെതിരെ അതിൻ്റേതായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ ജൂവിനെ കൊന്നു, അദ്ദേഹത്തെ കൊന്നു. പിന്നെ നാസി എല്ലാം തകർന്ന് ഇല്ലാതായപ്പോൾ ഈ സ്ത്രീയെ പ്രോസിക്യൂട്ട് ചെയ്തു, ഭർത്താവിനെതിരെ മൊഴി കൊടുത്തത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറഞ്ഞത്, ഞാൻ നമ്മളുടെ രാജ്യത്തെ നിയമം അനുസരിക്കുകയാണ് ചെയ്തത്. ഇത് ഈ ന്യൂറംബർഗ് ട്രയലിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവരുടെ ഡിഫൻസ് മുഴുവൻ, ഇപ്പം നാസിയിലെ വലിയ ഭരണത്തലവന്മാർ മുഴുവൻ പറഞ്ഞത് ഹിറ്റ്ലർ ഉണ്ടാക്കിയ നിയമം ജൂക്കളെ കൊല്ലണമെന്നായിരുന്നു, അതുകൊണ്ട് കൊന്നു. നിയമം അനുസരിച്ചതാണ് ഞാൻ, അല്ലാതെ നിയമം ലംഘനം ചെയ്തിട്ടില്ല. അപ്പോൾ നിയമം അനുസരിച്ച് എന്നെ നിങ്ങൾക്കെങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാം, നിങ്ങൾക്കെങ്ങനെ ശിക്ഷിക്കാം ന്യൂറംബർഗ് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞത്. അപ്പോൾ ന്യൂറംബർഗ് ട്രൈബ്യൂണലിന് അത് വലിയൊരു ഒരു ആശയക്കുഴപ്പം, ഒരു വലിയൊരു മെൻ്റൽ ഡിലമ ഉണ്ടാക്കി. ശരിയാണല്ലോ, നിയമം പാലിക്കുകയല്ലേ ഇവർ ചെയ്തത്. പക്ഷേ ഇതിനെ മറികടക്കാൻ ന്യൂറംബർഗ് ട്രൈബ്യൂണൽ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പെരംപ്റ്ററി നോം അല്ലെങ്കിൽ ഏറ്റവും സുപ്രീമായ അന്താരാഷ്ട്ര തത്വങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ന്യൂറംബർഗ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെട്ട, അതായത് ആ പ്രിൻസിപ്പിൾസ് പറഞ്ഞ എത്രയാണ്, അതായത് ചില നിയമങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോ നിങ്ങളുടെ രാജ്യത്തെ നിയമങ്ങളോ പറഞ്ഞാൽ പോലും അത് ഹ്യൂമാനിറ്റിക്കെതിരെയാണെങ്കിൽ, മനുഷ്യത്വത്തിനെതിരാണെങ്കിൽ അതൊരു ഡിഫൻസ് അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ, എൻ്റെ സുപ്പീരിയർ ഓഫീസർ വെടിവെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വെടിവെച്ചത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡിഫൻസ് അല്ല. നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ ഒരു ആക്റ്റ് ആണെങ്കിൽ. ഇതാണ് ന്യൂറംബർഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതായത് സെഡിഷൻ ലോ ഒരു കാലത്ത് ഫോഴ്സ്ഡ് സ്പീച്ച് എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. ഇന്ന് വീണ്ടും അത് കുറേയെങ്കിലും എവല്യൂഷനിലൂടെ കടന്നു വന്ന് അത് എന്ത് പറയാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്ത് പറയണമെന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഇല്ലാതായിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ ബിനായക് സെന്നിൻ്റെയൊക്കെ ഒരു കേസ് എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ നിന്ന് കണ്ടെടുത്ത മാവോയിസം എന്ന ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട ചില ലേഖനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ. പക്ഷേ ഛത്തീസ്ഗഡിലെ മിടുക്കന്മാരായ പ്രോസിക്യൂട്ടേഴ്സൊക്കെ നല്ലവണ്ണം വാദിച്ച് അദ്ദേഹത്തിന് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ സംഭവം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചിന്താഗതി കൈവശം ഉണ്ടാവുക അത് എത്ര മോശം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിറ്റ്ലറെ ആരാധിക്കാം, ഇന്ന് ഹിറ്റ്ലർ വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഹിറ്റ്ലറെ ആരാധിക്കാം, ഹിറ്റ്ലറിൻ്റെ ആശയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഹിറ്റ്ലറുടെ പേര് വെച്ച് വയലൻസ് ചെയ്യുന്നതിന് മാത്രമേ നിങ്ങൾക്കൊരു ബാറുള്ളൂ, ബാക്കി എന്തും ചെയ്യാം. കാരണം ചിന്ത അതെന്തുമായിക്കോട്ടെ അതൊരു മനുഷ്യൻ്റെ അവകാശമാണ്, അത് കൈവശം വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഒരു യുവാവുണ്ട്. അദ്ദേഹം വയനാട്ടിലൊക്കെ ഒരുപാട് അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടും ഡൗൺ ട്രോഡന് വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരെ സംഘടിപ്പിക്കുകയും അവർക്ക് എഡ്യൂക്കേഷൻ നൽകുകയും ജൈവ കൃഷിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അണ്ടർടേക്ക് ചെയ്ത ഒരു യുവാവ്. അത് മതിയായിരുന്നു അദ്ദേഹത്തിനെതിരെ മാവോയിസ്റ്റ് എന്നുള്ള ഒരു ടാഗ് വീഴാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും. സംഭവം ഹൈക്കോടതിയിലെത്തിയപ്പോൾ ജസ്റ്റിസ് മുഷ്താഖ് ഒരു 1 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഈ ശ്യാം ബാലകൃഷ്ണന് കൊടുക്കാൻ പറഞ്ഞത്. അതായത് എല്ലാ രീതിയിലും ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് ഈ ചിന്തകളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരുന്ധതി റോയിയൊക്കെ അവർ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു 3-4 തവണ അവർ പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോൾ തന്നെ ഒരു FIR അവരുടെ പേരിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മജിസ്ട്രേറ്റുമാർ തന്നെ സ്വയം FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുകയാണ്. അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, FIR ഓർഡർ ചെയ്യാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, കശ്മീർ ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല ഇന്ത്യയുടെ കശ്മീർ എന്ന് പറഞ്ഞാൽ. അതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവും. ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ മാത്രം, ഒരു സെഡിഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ മാത്രം അതിൽ എന്താണ് ഈ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും കാണുന്നത് എന്നുള്ളതാണ് അതിലെ ഭീകരത. ജഡ്ജിമാരുടെ മറ്റൊരു ഭീകരത എന്ന് പറയുന്നത്, ഇപ്പോൾ കനയ്യകുമാറിന് അവസാനം ഡൽഹി ഹൈക്കോടതി ബെയിൽ നൽകുകയുണ്ടായി.
പക്ഷേ ആ ബെയിൽ നൽകിയ ഉത്തരവ്, ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ നമ്മളുടെ ജഡ്ജിമാരുടെ നിലവാരം നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആൻറ്റി നാഷണൽ, അതായത് ഒരു വ്യക്തിക്ക് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് മാത്രമുള്ള ഒരു ചെറിയ ചോദ്യം തീരുമാനിക്കപ്പെടേണ്ട ഒരു വിധിന്യായത്തിൽ, അതായത് ഒരു പേജ് മാക്സിമം 2 പേജൊക്കെയാണ് സാധാരണ ഒരു ബെയിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കോടതികൾ അത്രേ കാണൂ, അതിനപ്പുറത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു 20-30 പേജുണ്ട്. അതിലെഴുതിയ ആൻറ്റി നാഷണലിസം ഇന്നൊരു ഇൻഫെക്ഷൻ ആണെന്നും ഈ ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുന്ന ശരീരാവയവങ്ങൾക്ക് ആദ്യം ആൻറ്റിബയോട്ടിക്സ് നൽകാം, ഉപദേശം നൽകാം, എന്നിട്ടും മാറുന്നില്ലെങ്കിൽ അത് വെട്ടിമാറ്റണം, ആംപ്യൂട്ട് ചെയ്യണം. അതായത് ഒരു ജഡ്ജി, ഒരു ഹൈക്കോടതി, ഒരു പെർമനൻറ്റ് ഹൈക്കോടതി ജഡ്ജി ഇന്ന് ഇന്ത്യയിൽ 2016 എഴുതി വയ്ക്കുന്നതാണ്. ഇത്ര വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഉപദേശം JNUവിലെ ഫാക്കൽറ്റി ടീച്ചർമാരോടാണ്, നിങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ നോക്കി നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം. ഒരു ജഡ്ജി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ല, അതിനേക്കാളേറെ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് അവർ ഈ ജഡ്ജ്മെൻറ്റ്, ഈ ബെയിൽ ഓർഡർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർമർ ASG ആയ ഇന്ദിരാ ജയ്സിംഗൊക്കെ ഈ ജഡ്ജിയെ പോലും അവർക്ക് വിമർശിക്കേണ്ടി വന്നത്. അതായത് ഒരു ബെയിൽ ഓർഡർ അല്ലെങ്കിൽ കൾപ്പബിൾ, അതായത് ഗിൽട്ടി ആണോ എന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരല്പം ഒരു പ്രഥമ ദൃഷ്ടിയ ഉള്ള ഒരു ഒബ്സർവേഷൻ വേണമെങ്കിൽ ജഡ്ജിന് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് റിസ്ക്, അതായത് ഇങ്ങേർക്ക് ബെയിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങേര് നാട് വിട്ടു പോവോ, മുങ്ങിപ്പോവോ എന്നുള്ള അത്തരം വിഷയങ്ങളൊക്കെ വേണമായിരുന്നു ബെയിൽ ഓർഡറിൽ ഡിസ്കസ് ചെയ്യാൻ. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കേദർനാഥ് എന്ന് പറഞ്ഞൊരു പഴയ ജഡ്ജ്മെൻ്റ് ഉണ്ട്, ബെയിൽ ഏതൊക്കെ അവസരങ്ങളിൽ കൊടുക്കാം, ബെയിൽ ഏതൊക്കെ അവസരങ്ങളിൽ കൊടുക്കാൻ പാടില്ല. ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞ അദ്ദേഹം എഴുതിയ എത്രയോ പാരഗ്രാഫുകളുണ്ട് ജുഡീഷ്യൽ ലിറ്ററേച്ചറിൽ ഇന്നും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില ലീഗൽ ലിറ്ററേച്ചർ ഉണ്ട്. അതായത് ബെയിലാണ് നിയമം, ജയിൽ അല്ല നിയമം, ബെയിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുത്തിരിക്കണം എന്ന് പറയുന്ന കൃഷ്ണയ്യരുടെ വാചകങ്ങൾ. അല്ലെങ്കിൽ CRPCയിലെ പ്രൊവിഷൻ, ലീഗൽ പ്രൊവിഷൻസ്, ഇതൊക്കെ കോട്ട് ചെയ്യാമായിരുന്നു. ഇതിന് പകരം ജസ്റ്റിസ് പ്രതിഭ റാണി ചെയ്തത് ഒരു സാധാരണ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റിൻ്റെ ഒരു സാധാരണ ദേശഭക്തിയുടെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമായിട്ട് അത് തരം താണ ഒരവസരം ഉണ്ടായി. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്ന് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല, അതായത് ജഡ്ജിമാരും വളരെയധികം ഫോർവേഡായിട്ടും വളരെയധികം ലിബറലായിട്ടും ചിന്തിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ബിജോ ഇമാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളത്തിൽ വന്നിട്ടുള്ളൊരു കേസാണ്. നാഷണൽ ആന്തം കേസ് എന്നൊക്കെ ഞങ്ങൾ അഭിഭാഷകർ വിളിക്കുന്നൊരു കേസാണ്. അതായത് കേരളത്തിലെ ഒരു സ്കൂളിൽ രാവിലെ ജനഗണമന പാടുമ്പോൾ 3 കുട്ടികളത് ചൊല്ലിയില്ല. അറ്റൻഷനിൽ നിന്നു, പക്ഷേ ദേശീയഗാനം ആലപിക്കാൻ അവർ നിന്നില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ദേശീയഗാനം ആലപിക്കണമെന്ന് നിങ്ങൾക്ക് കർശനമാക്കാനൊന്നും പറ്റില്ല. അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് അഭിപ്രായം പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരവകാശം കൂടിയാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സുപ്രീം കോടതി അപ്പോൾ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ അപ്പോൾ പോലും നമ്മൾ എവിടുന്നാണോ ഈ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്, US, അമേരിക്ക, അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പെഡിഗ്രി, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ശക്തിയിലേക്കൊന്നും നമ്മൾ ഒരിക്കലും ഇന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അവരുടെ രാജ്യത്ത് അവരുടെ രാഷ്ട്രപതാക കത്തിക്കുന്നത് ഒരു വാലിഡായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ഒരു ജോൺസൺ വേഴ്സസ് ടെക്സസ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഈ നാഷണലിസവും പാട്രിയോട്ടിസവും ഒക്കെ അവിടെ ഇരിക്കട്ടെ, എന്തിനാണ് ആ പതാക കത്തിക്കുന്നത് എന്ന് നിങ്ങൾ ആരായേണ്ടത് ആവശ്യകതമാണ്. അതാദ്യം ചോദിക്കൂ. രാഷ്ട്രഭക്തി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ദേശീയ പതാക അവിടെ കത്തിച്ചിട്ടുണ്ടാവുക. അത് മനസ്സിലാവാതെ അതിനു മുമ്പ് തന്നെ പ്രോസിക്യൂഷനും ശിക്ഷയും വിധിന്യായവും എല്ലാം വരുന്നത് തെറ്റാണെന്നും, ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് ഒരു സിമിലർ ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരു ക്രിമിനൽ കുറ്റമാണ്. നമുക്കൊരു ഫ്ലാഗ് കോഡ് ഓഫ് 2002 ഉണ്ട്. എങ്ങനെയൊക്കെയാണ് പതാക വെക്കേണ്ടതെന്നും പറത്തേണ്ടതും എന്നൊക്കെ പറയാനുള്ള ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു നിയമാവലി. രാത്രി, അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം വെളുപ്പിന് 6 മണി വരെ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താനുള്ള അവകാശമില്ല.
അങ്ങനെയാണ് ഇന്ത്യയുടെ പൊസിഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ഇന്നേവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടം. രാത്രി ഇന്ത്യൻ പതാക ഉയർത്തപ്പെട്ടാൽ അല്ലെങ്കിൽ അത് ആരെങ്കിലും പാറിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും ഇവിടെ? രാത്രിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്? രാത്രി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഏത് രീതിയിലാണ് ഒരു അനാദരവ് നമ്മൾ ഇന്ത്യൻ പതാകയോട് കാണിക്കുന്നത്? ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇതൊരു ഡിബേറ്റ് ആവുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും രാഷ്ട്രഭക്തിയായി ദേശഭക്തിയായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ രാജ്യദ്രോഹികളായി. അങ്ങനൊരു ഒരു കോണ്ടെക്സ്റ്റിലാണ് ഒരു ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേക ഒരു ഫേസിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഞാനിനി റൈറ്റ് ടു റിലീജിയനെ കുറിച്ച് സംസാരിക്കും. അതായത് ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള നമ്മളുടെ അവകാശം. ആർട്ടിക്കിൾ 25 നമ്മളുടെ ഭരണഘടനയുടെ 25ാമത്തെ അനുച്ഛേദത്തിൽ കൃത്യമായിട്ട് പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നാണ്. അതായത് മതം അനുഷ്ഠിക്കാനും മതാചാരങ്ങൾ നടത്താനും മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്. അതേ ആർട്ടിക്കിളിൽ തന്നെ അവർ ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ മനസാക്ഷിയെ മതവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഒരു രസകരമായൊരു അവസ്ഥയാണ് ആ ആർട്ടിക്കിളിൽ. ശരിയും തെറ്റും കണ്ടെത്തുന്നത് മനസാക്ഷി മാത്രമല്ല മതത്തിൻ്റെയും ഒരു ജോലിയാണെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വരുമ്പോൾ, അത് വായിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതേസമയം മതമാണ് ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, വിശ്വാസത്തെ അല്ല. ഒരു ഫെയ്ത്തിനെയോ ബിലീഫിനെയോ അല്ല ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, മതത്തെ മാത്രമാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട വിശ്വാസമാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളൊരു നയമാണെന്ന് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. അതേസമയം ഈ പർട്ടിക്കുലർ പ്രൊവിഷൻ തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞ പാർട്ട് 3 പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളും എല്ലാം വിവരിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ ഏറ്റവും ഇൻഫീരിയറായ തരത്തിൽ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്രൊവിഷനാണ് റൈറ്റ് ടു റിലീജിയൻ എന്നും എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന വാക്ക് സെക്യുലറിസം എന്ന വാക്കാണ്. സെക്യുലറിസം എന്ന വാക്കിന് ആർട്ടിക്കിൾ 25 26 ഈ റിലീജിയനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു പരാമർശമൊക്കെ വരുന്നത്. പക്ഷേ ഇതിലൊന്നും സെക്യുലറിസം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോഴും സെക്യുലറിസം എന്ന വാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് പാർലമെൻറ്റിൽ ഒരു MP ഉന്നയിച്ച വാദം അതാണ്, ഇന്ത്യ ഒരു സെക്യുലർ നേഷൻ ഒന്നുമല്ല, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ല. മതേതരം എന്ന് നമ്മൾ പിന്നീട് ആർട്ടിഫിഷ്യലായി എഴുതി ചേർത്ത ഒന്ന് മാത്രമാണ്. 1976 42ാമത്തെ അമെൻമെൻറ്റ് വഴി നമ്മൾ എഴുതി ചേർത്ത ഒന്ന് മാത്രമാണ് മതേതരം എന്ന വാക്ക്. അപ്പോൾ ഇതിലെ സംശയം ആർക്കും വരാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ 1976 മുമ്പ് ഇന്ത്യ മതേതരമായിരുന്നു എന്നാണ്. ഇന്ത്യയെ 1976 മുമ്പ് ആണെങ്കിലും ഒരു തിയറോക്രസിയായിട്ട് മതം രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മതമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ ആരെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഏതെങ്കിലും ഡിബേറ്റിൽ അങ്ങനൊരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വാക്ക് 1976 കൂട്ടിച്ചേർത്തു എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി 76 മുമ്പ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ല എന്നുള്ള ആർഗ്യുമെൻറ്റിന് ഒരു കാമ്പുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മതേതരത്വം അതിൻ്റെ മറ്റൊരു ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത് കാണുന്നത് ശബരിമലയൊക്കെയാണ്. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റണമോ വേണ്ടയോ? ഇപ്പോൾ ശബരിമല സത്യത്തിൽ ശബരിമലയിലേക്ക് ഒരുപക്ഷെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപക്ഷെ സെക്യുലറിസം എന്ന ഐഡിയയെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി സംസാരിക്കും. സെക്യുലറിസം എന്താണ്? ഈ രാജ്യത്ത് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ സെക്യുലറിസം, ഇതേപോലെ സെക്യുലറിസം അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പള്ളിയെയും ഭരണകൂടത്തെയും രണ്ടാക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ സെക്യുലറിസം. അവരുടെ മതേതരത്വം അതാണ്. കാരണം ഒരു കാലം വരെ പള്ളിയും അമേരിക്കൻ ഭരണകൂടവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. വാൾ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ് എന്നാണ്
ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ പ്രൊപ്പൗണ്ടറൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി. അങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്കൻ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസവും ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അവിടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. അതായത് രാജ്യത്തിന് മതമില്ല, രാജ്യം ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് അവരുടെ സെക്യുലറിസം. നമ്മുടെ സെക്യുലറിസം അതല്ല. നമ്മുടെ സെക്യുലറിസത്തിൻ്റെ അർത്ഥം രാജ്യത്തിന് മതമില്ല, എന്നാൽ സർക്കാരിനും ഭരണകൂടത്തിനും മതങ്ങളെ പ്രൊമോട്ട് ചെയ്യാം. ഒരു ചെറിയൊരു ക്യാച്ചേ ഉള്ളൂ. അതായത് ഈ പ്രൊമോഷൻ ഇക്വിറ്റബിൾ ആയിരിക്കണം, എല്ലാ മതങ്ങളെയും ഒരുപോലെ പ്രൊമോട്ട് ചെയ്യണം. ഈ പ്രൊമോഷൻ ചെയ്യാം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള പ്രൊട്ടക്ഷൻ നടത്താം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ വഖഫ് ബോർഡും ഒക്കെ. കൃത്യമായിട്ട് സർക്കാർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന ഇടപെടലും റെഗുലറൈസേഷനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ തെളിവതാണ്. അപ്പോൾ ഇങ്ങനൊരു സെക്യുലറിസത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ശബരിമലയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ശബരിമല നോക്കിയടത്തുന്ന ദേവസ്വം തന്നെയാണ്. ശബരിമലയിൽ അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ശബരിമലയിൽ കൃത്യമായ ഭരണഘടനയുടെ എല്ലാവിധ ഭരണഘടനയെ അനുസരിക്കാതെ നിങ്ങൾക്ക് ശബരിമല നടത്താൻ പറ്റില്ല. കാരണം ശബരിമലയിൽ വരുന്ന റവന്യൂ ഒക്കെ അത് വിശ്വാസികളുടെ മാത്രം റവന്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് അതായത് ദേവസ്വത്തിൻ്റെ ഫണ്ടിലേക്കാണ് പോകണമെങ്കിൽ പോലും അത് ജനങ്ങളുടെ പൈസയാണ്. സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് പോകുന്ന പോലെ തന്നെയുള്ള ഒരു റവന്യൂ ആയിട്ട് വേണം നമുക്കതിനെ കരുതാൻ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആർട്ടിക്കിൾ 25 ഒരു അനുച്ഛേദത്തിൽ അതിൻ്റെ ഒരു സബ് പ്രൊവിഷനിൽ പറയുന്നത് റൈറ്റ് ടു റിലീജിയൻ അതായത് മതത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റിന് വേണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു അമ്പലമോ ക്ഷേത്രമോ ആ ക്ലാസ്സിൽ ആ ഹിന്ദുക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിമിനേഷൻ കളയാൻ വേണ്ടിയിട്ടുള്ള ഏതൊരു നടപടിയും സ്വീകരിക്കാമെന്ന്. അതായത് ഒരു കാലത്ത് അമ്പലങ്ങളിൽ ദളിതരെ പ്രവേശിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു സർക്കാർ നിയമം ഉണ്ടാക്കുകയാണ്, ഈ എല്ലാ അമ്പലങ്ങളിലും ദളിതരെയും പ്രവേശിച്ചേ മതിയാവും. ആ അമ്പലങ്ങളിൽ ഒരു വിശ്വാസമായിരിക്കാം ഒരു പക്ഷേ ദളിതരെ അന്ന് കയറ്റരുത് എന്നുള്ളത്. പക്ഷേ ആ വിശ്വാസം വെച്ച് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് ആക്ഷനെ, ആ നിയമത്തെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം അതൊരു ഹിന്ദുക്കളിൽ തന്നെ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്ലാസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിന് ഈ ഭരണഘടന സബ്പ്രൊവിഷന് ഇപ്പോഴും സ്ഥാനമുണ്ട്. ഇവിടെ ദളിതനല്ല ദുരിതം അനുഭവിക്കുന്നത്, ദളിതനല്ല ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത്. ഇവിടെ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. വെറും സ്ത്രീകളല്ല, മെൻസ്ട്രുവേഷൻ സൈക്കിളിലുള്ള സ്ത്രീകൾ, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പുള്ള 10 മുതൽ 50 വരെ എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണ്. അതായത് മെൻസ്ട്രുവേഷൻ എന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫിനോമിന നടക്കുന്നത് കൊണ്ട് മാത്രം അവരെ ഇംപ്യൂർ ആണ് എന്ന് കരുതുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗത്തിൽ അവരെ അമ്പലങ്ങളിൽ അവർക്കുള്ള പ്രവേശനം നിഷേധിക്കുന്ന ഒരു ആചാരത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ യാതൊരു നിലനിൽപ്പുമില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നത്. ഇതൊരു സമത്വത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഇവിടെ തന്നെ അതായത് സമത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണണം എന്നല്ല സമത്വത്തിൻ്റെ, ഭരണഘടന പറയുന്ന സമത്വത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, ഇപ്പോൾ 1000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരെയും 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരെയും നിങ്ങൾ ഒരേപോലെ ടാക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരേപോലെ ടാക്സ് ചെയ്യരുത്. സമത്വം എന്ന് പറയുന്നത് അതാണ്, ഇക്വാലിറ്റി അല്ല ഇക്വിറ്റിയാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് വേണം നിങ്ങളുടെ സമത്വത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ നിയമം വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇവിടെ ഒരു റീസണബിൾ ക്ലാസ് നിയമം സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീകളാണോ? സ്ത്രീകളല്ല. സ്ത്രീകളിൽ തന്നെ ഒരു ഏജ് ഗ്രൂപ്പ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഏജ് ഗ്രൂപ്പ് എന്ത് ബേസിസിലാണ്, എന്ത് റാഷണലിലാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് എന്താണ്?
10 വയസ്സിനും 50 വയസ്സിനും ഉള്ള സ്ത്രീകളെ നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം സാധാരണ യുക്തിക്കോ ഭരണഘടനയുടെ യുക്തിക്കോ ചേരുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ അവസാനം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു പർട്ടിക്കുലർ ഡിബേറ്റ്, ശബരിമലയിലെ സ്ത്രീകളുടെ എൻട്രി, ആ ഒരു ഡിബേറ്റ് എൻ്റെ കോളേജിൽ കുറച്ച് കാലം മുമ്പ് നടക്കുകയുണ്ടായി. അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീ രാഹുൽ ഈശ്വറും തമ്മിലായിരുന്നു ആ ഒരു സംവാദം. അതിൽ ശ്രീ രാഹുൽ ഈശ്വറൊക്കെ കൊണ്ടുവന്ന ഒരു ആർഗ്യുമെൻറ്റ്, വളരെ രസകരമായി കോയിൻ ചെയ്തൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിനെ ഡിസ്ക്രിമിനേഷനായിട്ട് കാണരുത്, ഡിഫറൻഷിയേഷനായിട്ട് വേണം കാണണമെന്നാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ്. ആ വ്യത്യാസത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. സെലിബ്രേറ്റ് ദ ഡിഫറൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ഡിഫറൻസിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സെലിബ്രേറ്റ് ദ ഡിഫറൻസ്, അതായത് തോന്നിവാസം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തോന്നിവാസം ആവുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് അതിൽ. അതായത് അദ്ദേഹം പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് തന്നെ കാലഹരണപ്പെട്ട ഒന്നാണ്. സ്ത്രീകൾ എന്തിനാണ് പുരുഷന്മാരെ അനുകരിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അനുകരണം, ഇതിൽ മറുചോദ്യം എനിക്ക് തോന്നുന്നു, അനുകരണം എന്ന് ഒരു ഭാഗത്തിൽ തോന്നിയാൽ അത് അനുകരണമാകും. ഇപ്പോൾ ചന്ദ്രനിലേക്ക് ആദ്യം പോയത് അമേരിക്കയാണ്, അവരവിടെ പോയി ഒരു കൊടി നാട്ടി. നാളെ ചൈനയും ഇന്ത്യയും ഒക്കെ ചന്ദ്രനിൽ പോയാൽ ഇന്ത്യയും ചൈനയും അമേരിക്കയെ അനുകരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമോ? ഇല്ല. അവർ ഉന്നതി നേടിയ, അമേരിക്ക ഓൾറെഡി ഉന്നതി നേടിയ ഒരു നേട്ടം ഇപ്പോൾ നമ്മളും കൈവരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കൈവരിക്കുന്നു എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അതിലെവിടെയാണോ ഒരു അനുകരണം വരുന്നത് എന്നാണ് ഇതിൽ മനസ്സിലാകാത്തത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാരണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ ഈ ശബരിമലയിലെ വിമൻസ് എൻട്രിയെ എതിർക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് മാത്രം കയറാനുള്ള മറ്റമ്പലങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും പുരുഷന്മാരെ കയറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. പുരുഷന്മാരെ അവിടെ കയറ്റുന്നില്ലെങ്കിൽ അവിടെയും കയറ്റണം, അതും നിയമത്തിന് അതീതമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതൊരു കാരണമാക്കി നിങ്ങൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുത് എന്ന് പറയുന്നതിൽ ഒരു റീസണിങ്, ഒരു യുക്തിയുമില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ സ്വയം സ്ത്രീകൾക്ക് തന്നെ ശബരിമലയിൽ കയറണ്ട എന്നാണല്ലോ, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ശഠിക്കുന്ന എന്ന് മറ്റൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ദളിതരെയും അമ്പലങ്ങളിൽ കയറ്റിയിരുന്നില്ല. ആ കാലത്തൊക്കെ ദളിതന്മാരും സ്വയം വിശ്വസിച്ചിരുന്നു, ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ലാത്ത ഒന്നാണ് അമ്പലം എന്ന്. ആ വിശ്വാസം ദളിതൻ്റെ വിശ്വാസമായിരുന്നില്ല. കാലങ്ങളായിട്ട് മുന്നോക്ക സമുദായവും സമൂഹത്തിൽ മുന്നിട്ട് നിന്ന ബാക്കി എല്ലാവരും ഭരണകൂടവുമെല്ലാം ഈ ദളിതരുടെ മനസ്സിൽ കുത്തി നിറച്ച ഒരു വിശ്വാസമായിരുന്നു, നിങ്ങൾ ക്ഷേത്രത്തിനും അമ്പലത്തിനും ചേർന്ന ഒന്നല്ല എന്നുള്ളത്. അത് ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ഭീകരത കൂടുതൽ കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ട് നിങ്ങളതിനെ കാണരുത്. പിന്നെ മറ്റൊരു ചോദ്യത്തിൽ വരുന്നത്, കോടതികൾക്ക് എങ്ങനെ വിശ്വാസത്തിൽ ഇടപെടാം? കോടതികൾ ആരാണ്? വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസികൾ മാത്രം തീരുമാനം എടുത്താൽ പോരെ. ഇതിൻ്റെ നിയമവശം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പാർലമെൻറ്റ് ഇറക്കുന്ന നിയമവും ഭരണഘടനയുടെ നിയമവും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നിയമവും നിങ്ങളുടെ പഞ്ചായത്ത് ഇറക്കുന്ന നിയമവും അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നിയമത്തിൻ്റെ എല്ലാ ഫോഴ്സും എല്ലാ വാലിഡിറ്റിയുമുള്ള മറ്റൊന്നാണ് കസ്റ്റം എന്നാണ് പറയുന്നത്. പ്രാക്ടീസുകൾ, യൂസേജുകൾ, കസ്റ്റം, ഇതെല്ലാം മറ്റേതൊരു നിയമത്തെ പോലെ അതിനും ഒരു എൻഫോഴ്സിബിലിറ്റി ഉണ്ട്. ഈ എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും കസ്റ്റമിനെ നമ്മൾ വല്ലാതെ പ്രകീർത്തിക്കുകയാണ്. അങ്ങനെയോ അല്ല. ഈ എൻഫോഴ്സിബിലിറ്റി കൊടുക്കുമ്പോൾ തന്നെ ഭരണഘടനയുടെ ഒരുപാട് ടെസ്റ്റുകൾ ഈ കസ്റ്റമിന്, ഈ നടപ്പുകൾ, ഈ യൂസേജിന് ആദ്യം പാസ്സാവേണ്ടതുണ്ട്. അതിലൊന്ന് റീസണബിലിറ്റി എന്നും റാഷണാലിറ്റി എന്നും യുക്തി എന്നും സമത്വമെന്നും പിന്നെ അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വാതന്ത്ര്യം, ഇതിനെയൊന്നും ബ്രീച്ച് ചെയ്യാതിരിക്കുക, ഇതിനെയൊന്നും വയലേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരുപാട് ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന കസ്റ്റമുകൾക്ക് മാത്രമേ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറയിൽ
സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ സ്ഥാനമുള്ളൂ, നിയമപരമായിട്ട് സ്ഥാനമുള്ളൂ എന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഡിബേറ്റ്, നിയമത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? നിയമത്തിലാണോ ആദ്യം മാറ്റം വരേണ്ടത്, അതോ സമൂഹത്തിലെ മാറ്റം നിയമത്തിൽ പ്രതിഫലിക്കേണ്ട ഒന്നാണോ എന്നുള്ളത്? ഇതിൽ എവിടെയാണ്, സമൂഹത്തിലാണോ ആദ്യം മാറ്റം വരേണ്ടത്, അതോ നിയമത്തിലാണോ മാറ്റം വരേണ്ടത് എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. സമൂഹത്തിലെ ഒരുപാട് ചേഞ്ചുകൾ വരുന്നതോടെ നമ്മൾ നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗേ മാരേജൊക്കെ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും നമ്മളിപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത്, സമൂഹത്തിൽ തന്നെ കുറേശ്ശെ ഒരു എതിർചിന്ത വരുന്നുണ്ട്. ഇതിന് വിപരീതമായി ചിന്തിക്കുന്നവർ കൂടി വരുന്നത് കൊണ്ടാണ് നിയമത്തിലൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും. പക്ഷെ നേരെ തിരിച്ചുകൊണ്ട് നിയമത്തിൽ ആദ്യം മാറ്റം വന്നിട്ട് സമൂഹത്തിൽ അത് ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. ഇപ്പോൾ സതി ബാൻ ചെയ്തത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ നല്ലൊരു ശതമാനം പേരും സതിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, സതി പോവരുത് എന്നുള്ള ആശയമുള്ളവരായിരുന്നു. ഇപ്പോൾ ബ്രഹ്മോ സമാജത്തിൻ്റെ ഹെഡായിരുന്ന രാജാറാം മോഹൻ റായ് പോലുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ആഗ്രഹിച്ചിരുന്നു സതി ഇല്ലാതാവണമെന്ന്. അദ്ദേഹം കൂട്ടുപിടിച്ച നിയമത്തെയാണ്. ബംഗാളിൻ്റെ ഗവർണർ ജനറലിനെ അദ്ദേഹം പോയി കാണുകയും, വില്യം ബെൻറ്റിക് ആയിരുന്നു എന്ന് തോന്നുന്നു, അദ്ദേഹം 1829 ഒരു ഡിഗ്രി പാസ്സാക്കുകയാണ്, സതി അബോളിഷ് ചെയ്യട്ടെ എന്ന്. ആ ഒരു ഡിഗ്രി, സതി അബോളിഷ് ചെയ്ത നിയമത്തെ ഒരായുധമാക്കി രാജാ റാം മോഹൻ റായ് പിന്നീട് സോഷ്യൽ റിഫോർമേഷൻ ഒരുപാട് കൂടി ഒരു വലിയൊരു രീതിയിലൊരു സോഷ്യൽ റിഫോർമേഷൻ മൂവ്മെൻ്റ് ആക്കി മാറ്റിയപ്പോഴാണ് സതി ഇല്ലാതായത്. അല്ലാതെ നേരെ തിരിച്ചല്ല, സമൂഹത്തിൽ നിന്ന് സതി മാറിയിട്ടല്ല പിന്നെ സതി നിയമവിരുദ്ധമായത്. അപ്പോൾ വിശ്വാസങ്ങളിൽ ഇടപെടാമോ എന്നുള്ള ചോദ്യത്തിൽ വിശ്വാസങ്ങളിൽ ഇടപെടണം എന്ന് തന്നെയാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബീഫിൻ്റെ ബാനാണ്. ഒരു വ്യക്തി എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ നിയമത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിന് എത്രമാത്രം ശക്തിയുണ്ട്. അതായത് മതമാണോ വലുത്, അതോ മനുഷ്യൻ്റെ ജീവിത രീതിയാണോ, മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണോ എന്ന്. ഹിംസാ വിരോധക് സംഘ് 2008 സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റാണ്, ജസ്റ്റിസ് മാർക്കണ്ഡേയ ഘാട്ജു എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റാണ്. അതായത് ജെയിൻ വിഭാഗത്തിന് പര്യുഷാൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റിലീജിയസ് ഒബ്സർവൻസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ റിലീജിയസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ചുറ്റും അവർക്ക് മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാലയളവ്. അപ്പോൾ 9 ദിവസത്തേക്ക് ആ സംസ്ഥാന ഗവൺമെൻറ് ആ സംസ്ഥാനത്തിലുടനീളെ മാംസം ബാൻ ചെയ്യുന്ന, പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവിറങ്ങി. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഘാട്ജി പറഞ്ഞു, 9 ദിവസത്തേക്കല്ലേ, നോൺ വെജിറ്റേറിയൻസിന് കുറച്ചൊക്കെ സഹിക്കാം, അത് നമ്മളുടെ നാട്ടിലെ റിലീജിയസ് ടോളറൻസിൻ്റെ ഒരു ഭാഗമാണ്, മറ്റൊരു റിലീജിയന് വേണ്ടി നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച നടത്തുക എന്നുള്ളത്, അതുകൊണ്ട് 9 ദിവസമൊക്കെ ആയതുകൊണ്ട് നമുക്കിത് പോട്ടെ എന്ന് വയ്ക്കാം, അതൊരു റീസണബിളായ റെസ്ട്രിക്ഷൻ മാത്രമാണ്. ഇവിടെ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഘാട്ജുവിന് തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം റിലീജിയസ് ടോളറൻസിനെ ഡിഫൈൻ ചെയ്ത രീതിയാണ്. മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരും മതത്തിൽ വിശ്വസിക്കാത്തവരും 9 ദിവസത്തേക്ക് ജൈനമതത്തിൻ്റെ ഒരു പർട്ടിക്കുലർ വിശ്വസിക്കണം എന്ന് അദ്ദേഹം പറയുന്നതിനേക്കാൾ മറ്റൊരു റിലീജിയസ്ലി ഇൻടോളറൻ്റായ ഒരു ആക്ഷനൊന്നും ആ സമയത്ത് നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. റിലീജിയസ് ടോളറൻസിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഇന്ന വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കട്ടെ, നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലെങ്കിൽ അതിൽ വിശ്വസിക്കണ്ട എന്ന് പറയുന്നതാണ് റിലീജിയസ് ടോളറൻസ്. അല്ലാതെ എനിക്കിങ്ങനൊരു വിശ്വാസമുണ്ട്, അങ്ങനൊരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും നിങ്ങളത് മാനിക്കണം, നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് റിലീജിയസ് ടോളറൻസ് അല്ല, അതാണ് റിലീജിയസ് ഇൻടോളറൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇപ്പോൾ ഒരു വക്കീലായതുകൊണ്ട് പലരും ഈ ഫീൽഡിലല്ലാത്ത പലരും ഈ വിഷയത്തിൽ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗ സ്ലോട്ടർ അത് ബാൻ ചെയ്യാൻ പറ്റുമെന്ന്. പശുക്കളെ കൊല്ലാതിരിക്കണം എന്ന് പറയുന്ന നിയമത്തിന് ഇന്ത്യയിൽ ഒരു നിയമപരമായിട്ട് എന്താണ് പ്രസക്തി? എൻ്റെ അഭിപ്രായം കൗ സ്ലോട്ടർ ബാൻ ചെയ്യാം,
നിയമത്തിൽ അതിനുള്ള വകുപ്പുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 വായിക്കുകയാണെങ്കിൽ കൗ സ്ലോട്ടർ ബാൻ ചെയ്യാം, ഒരു തെറ്റുമില്ല. പക്ഷേ ബാൻ ചെയ്യുമ്പോൾ കൗ സ്ലോട്ടർ പശുവിനെ കൊല്ലുന്നത് മാത്രമായിട്ട് ബാൻ ചെയ്യാൻ പറ്റില്ല. ആ ആർട്ടിക്കിളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കൗ ആൻഡ് അതർ മിൽച്ച് എന്നാണ് പറയുക. അതർ മിൽച്ച് ആനിമൽസ്. മിൽച്ച് ആനിമൽസ് എന്ന് പറഞ്ഞാൽ പാല് തരുന്ന ഏത് മൃഗവും. പാല് തരുന്ന ഏത് മൃഗം എന്ന് പറയുമ്പോൾ ആടും വരും, എരുമയും വരും, അങ്ങനെ പാല് തരുന്ന ഏത് മൃഗവും വരും. പാല് തരുന്ന ഒരു മൃഗത്തെയും കൊല്ലാതിരിക്കുന്ന ഒരു നിയമമാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പശു മാത്രമാണ് പാല് തരുന്നതെന്നും, അതായത് നിയമത്തിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് ഒരു ഒബ്ജക്ട്സ് ക്ലോസ് ഉണ്ട്. അതിലാണ് നിയമം വന്നതിൻ്റെ കാരണം എഴുതുക. അപ്പോൾ BJP പോലുള്ള പാർട്ടികൾ പറയുന്നത്, നിങ്ങൾ ക്യൂബയിലേക്ക് നോക്കൂ, വെനിസ്വേലയിലേക്ക് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ടും അവിടെയും കൗ സ്ലോട്ടർ ബാൻ ചെയ്തിട്ടില്ലേ, അതിന് കൃത്യമായ സയൻറ്റിഫിക് റീസൺസ് ഉണ്ട് എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇപ്പോൾ സയൻറ്റിഫിക് റീസൺ, അതായത് സയൻസിനെ കരുവാക്കി, സയൻസിനെ ഒരു കാരണമാക്കിയിട്ട് നിങ്ങൾ കൗ സ്ലോട്ടർ ബാൻ ചെയ്യുന്നത്, സത്യത്തിൽ നിങ്ങൾ നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം, നേരല്ലാത്ത വഴി, അതായത് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റാത്ത കാര്യം ഇൻഡയറക്റ്റ്ലി നിങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. നിയമത്തിൽ ഇതിനെ കളറബിൾ എക്സസൈസ് ഓഫ് പവർ എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നു, അത് നിങ്ങൾ ചെയ്യാൻ പല പല വഴികൾ കണ്ടെത്തുകയാണ്. അതിന് ഇതുപോലെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഭരണകൂടങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇതുപോലെ സയൻസിനെ കൂട്ടുപിടിക്കലാണ്. അപ്പോൾ പശുവിനെ നിരോധിച്ചോളൂ, പക്ഷേ എരുമയും ആടിനെയും കൂടി നിങ്ങൾ നിരോധിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഒന്നും നിരോധിക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ രാഷ്ട്രത്തിൽ നമ്മൾ എന്തിനെല്ലാം ടോളറേറ്റ് ചെയ്യണം, എന്തിനെല്ലാം ടോളറേറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. ജനാധിപത്യം എന്ന വാക്കിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ജനാധിപത്യത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, എങ്ങനെ വ്യാഖ്യാനിക്കണം, എന്താണ് ഡെമോക്രസി. അപ്പോൾ എൻ്റെ ഒരു പഴയ പ്രൊഫസർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഡെമോക്രസി ഈസ് നോട്ട് ഓൾവേസ് ദാറ്റ് മെജോറിറ്റി വിൻസ്. അതായത് ഭൂരിപക്ഷം ജയിക്കും എന്ന് പറയുന്നത് അതല്ല ജനാധിപത്യം. ഒരുപക്ഷെ പാർലമെൻറ്റിനകത്ത് അതായിരിക്കാം ജനാധിപത്യം. എങ്ങനെയാണ് ഒരു നിയമം പാസ്സാവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ജനാധിപത്യപരമായ രീതിയിൽ പാർലമെൻറ്റിനകത്ത് നിങ്ങൾ തലയുടെ എണ്ണം നോക്കിയിട്ട് ആരാണോ കൂടുതൽ അവർ വിജയിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് വേണേൽ പറയാം. പക്ഷേ ഒരു ഗവേണൻസിൻ്റെ ലെവലിൽ നിങ്ങൾ ജനാധിപത്യത്തെ വ്യാഖ്യാനിക്കേണ്ടത് എവ്രി ഹെഡ് കൗണ്ട്സ്. അതായത് വളരെ മെജോറിറ്റേറിയൻ സെൻറ്റിമെൻ്റ് ഉള്ളപ്പോഴും, ഒരു വലിയൊരു മൃഗീയമായ ഭൂരിപക്ഷ അഭിപ്രായമുള്ളപ്പോൾ പോലും ഏറ്റവും ചെറുതായ ന്യൂനപക്ഷ ശബ്ദങ്ങൾ, ന്യൂനപക്ഷ ചിന്തകൾക്ക് ഏറ്റവും വലിയ ശബ്ദവും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും ഏറ്റവും വലിയ എക്സ്പോഷറും നൽകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ എന്നാണ് എന്നെ പഠിപ്പിച്ച ആ മാഷ്. അദ്ദേഹം ഇപ്പോൾ വൈസ് ചാൻസലർ, നൽസാർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അദ്ദേഹം പറയുന്നത് ഇതായിരിക്കണം ജനാധിപത്യത്തിൻ്റെ അളവുകോൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓരോ വിഷയത്തിനും നമുക്ക് എത്ര പേര് യെസ് എന്ന് പറയുന്നു, എത്ര പേര് നോ എന്ന് പറയുന്നു, അങ്ങനെ ആയിരിക്കരുത് നിങ്ങളുടെ ഒരു ഗവേണൻസിൻ്റെ ശൈലി. നോ പറയുന്നവൻ എന്തുകൊണ്ട് നോ പറയുന്നു, യെസ് പറയുന്നവനെ സമ്മതിച്ചു കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നോ പറയുന്നവനെയും കേട്ട് അവർക്ക് വേണ്ട അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ. അതാണ് ഒരു യഥാർത്ഥ ജനാധിപത്യം, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ മാത്രമേ എല്ലാ ചിന്തകൾക്കും, മുമ്പ് പറഞ്ഞ ഫ്രീഡം ഓഫ് തോട്ടിനും അപ്രിയമായ ചിന്തകൾക്ക് പോലും, നമുക്കിഷ്ടമല്ലാത്ത ചിന്തകൾക്കും എതിർപ്പിനും ഡിസെൻറ്റിനും എല്ലാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നൽകാൻ പറ്റും. എങ്കിൽ മാത്രമേ ഒരു ഇഫക്റ്റീവായ ഒരു ക്രിട്ടിക്കൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റും ഒരു ഇക്വാലിറ്റേറിയൻ സ്റ്റേറ്റും ഒരു ജസ്റ്റ് ആൻഡ് ഫെയർ സൊസൈറ്റിയുമൊക്കെ നമുക്ക് കൈവരിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്നെ ഈ ഒരു
വേദിയിൽ ഇതിന് ശേഷം ഇവിടെ സംസാരിക്കാൻ വരുന്ന ഇതേപോലെ സെമിനാർ ഇനി വരുന്ന സെഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നവരൊക്കെ വലിയ സ്റ്റാൾവാർഡ്സാണ്. ഇവരുടെ പേര് ഇവരുടെ ഏരിയ പോലും എനിക്കറിയില്ല, അത്രയ്ക്കും ഒരു ലിമിറ്റഡാണ് എൻ്റെ നോളജ്. അതൊക്കെ കേട്ടപ്പോൾ പിന്നെ എസ്പെഷ്യലി ബോർഡ് നോട്ടീസ് ബോർഡ് നിങ്ങളാണ് ജില്ലാ സമ്മേളനമൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിക്കേണ്ടായത്. ബട്ട് നെവർത്തിലെസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ ഐ ഫീൽ റിയലി ഓണേഡ്. അറ്റ് ദ സെയിം ടൈം വളരെയധികം അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെവർത്തിലെസ് എന്നെ ഇവിടെ ഇവിടേക്ക് സ്വാഗതം ചെയ്ത അധ്യക്ഷൻ ഡോക്ടർ അരുണിനും യുക്തിവാദ സംഘത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ലോട്ട്. ഒരു 5 മിനിറ്റ് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് ദേവാനന്ദൻ എന്നാണ്. ഞാൻ യുക്തിവാദി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഞാനൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. ഇവിടെ ഭരണഘടനയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ ശബരിമലയിലെ സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിലിപ്പോൾ ഇദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾക്ക് സുപ്രീം കോടതി തന്നെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവർ മുന്നോട്ട് വെച്ച എന്തുകൊണ്ട് സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം സുപ്രീം കോടതി ബെഞ്ചിൽ നിന്ന് അവരുടെ ഒബീക്ടർ ഡിക്ടർ എന്നൊരു സംഭവമുണ്ട്. ഇങ്ങനെ കേസ് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ജഡ്ജിമാർ പറയുന്ന കാര്യം ജഡ്ജ്മെൻറ്റിൽ വരണമൊന്നുമില്ല. അതിന് അയ്യപ്പൻ മറ്റേ ശബരിമലയിലെ പ്രിസൈഡിംഗ് ഡേറ്റ് അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, നിഷ്ഠ പാലിക്കുന്ന. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവിടെ വിലക്ക് എന്ന് പറഞ്ഞതിന് ഇവർ ഈ ഒബിക്ടർ ഡിക്ട എന്ന സംവിധാനത്തിലൂടെ കൗണ്ടർ ചെയ്യണ കണ്ടിട്ടില്ല. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു ചോദ്യമുള്ളത്, ഈ സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് എന്നുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഡെമോക്രാറ്റിക് ആയിരുന്നു. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് വേണ്ടേ എന്ന് നെഹ്റു അംബേദ്കറോട് ചോദിച്ചുവെന്നും അംബേദ്കർ ഡെമോക്രസിയിൽ അത് ഇംപ്ലൈഡ് ആണെന്ന് പറഞ്ഞ് അന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നെഹ്റുവിന് അറിയാത്ത കാര്യമൊന്നും ആയിരുന്നില്ല ഈ സോഷ്യലിസ്റ്റും സെക്യുലറും ഒക്കെ വേണമെന്ന്. പക്ഷേ അത് അംബേദ്കറാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയത്. ഡെമോക്രസി അത്രയും വലിയ ഒരു ക്യാൻവാസിലുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലതരം ഡെമോക്രസി ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഡെമോക്രസി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ആയിരിക്കും. എല്ലാവരും പങ്കാളിയാവുക നാടിൻ്റെ മുന്നേറ്റമുള്ള പോക്കത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എനിക്ക് തോന്നി. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിക്കാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. ആദ്യം ശബരിമലയെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് സുപ്രീം കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിൻ്റെ രീതിയെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. അത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിൽ എപ്പോഴും 2 ജഡ്ജിമാർ ഒരുമിച്ചാണ് ഒരു കേസ് കേൾക്കുക. അപ്പോൾ 2 ഭാഗത്തുനിന്ന് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ 2ൽ കൂടുതൽ കക്ഷികളുണ്ടാവും ഒരു കേസിൽ. അപ്പോൾ ഓരോ അഡ്വക്കേറ്റ്സും ആർഗ്യൂ ചെയ്യുമ്പോൾ ഓരോ അഡ്വക്കേറ്റ്സിനെയും നല്ലവണ്ണം ഗ്രില്ല് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അതായത് അവർ പ്ലേസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിൽ എത്രമാത്രം കാമ്പുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ചില ടെൻറ്ററ്റീവായിട്ടുള്ള ചില പൊസിഷൻസ് എടുക്കും ജഡ്ജിമാർ. അപ്പോൾ ഇടയിൽ അതായത് ഇപ്പോൾ വാർത്തകളിലൊക്കെ പെട്ടെന്ന് തോന്നുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശബരിമലയിലെ വിമൻ എൻട്രിയെ എതിർത്ത് സംസാരിച്ചു എന്നും അങ്ങനെ അതൊന്നും ശരിയല്ല. അതൊരു ടെൻറ്റേറ്റീവായിട്ടുള്ള പ്രൊവിഷൻ. അതായത് ഇപ്പം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞു വരുന്ന ഒരു അഡ്വക്കേറ്റിനെ ഞാൻ എതിർക്കുന്നത്, ഇപ്പം ഞാൻ ജഡ്ജിയാണെങ്കിൽ ഞാൻ എതിർക്കുന്നത് അങ്ങനെ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ, എന്തിന് കയറ്റണം എന്ന് പറയൂ എന്ന് ആ ചോദ്യം ചോദിക്കുന്നത്, ആ ചോദ്യത്തിൽ എൻ്റെ സബ്സ്റ്റൻസിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, അദ്ദേഹം നടത്തുന്ന ആർഗ്യുമെൻറ്റിൻ്റെ വാലിഡിറ്റിയെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ ചില ടെൻറ്റേറ്റീവ് പൊസിഷനാണ്. അപ്പം അതുമാത്രമാണ്. പിന്നെ ഈ സ്വാമി അയ്യപ്പൻ അദ്ദേഹം ബ്രഹ്മചാരിയാണോ അല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞ നിയമത്തിൽ നോക്കേണ്ട ഒന്നല്ല. ഒരു രീതിയിലും നിയമം അതെന്തിനും നോക്കണം. അതായത് അതിൻ്റെ പേരിൽ വരുന്ന വിശ്വാസം 1950 ശേഷം ലോജിക്കലാണോ, അതിൻ്റെ അപ്ലിക്കേഷൻ ലോജിക്കലാണോ എന്ന് മാത്രമേ നിയമം നോക്കേണ്ടതുള്ളൂ. അതുമാത്രമേ നിയമം നോക്കാവൂ. ഏതൊരു ആചാരവും സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളല്ല. അത് ഏതൊരു കാര്യത്തെ പോലെ, ഏതൊരു സോഷ്യൽ ചേഞ്ചിനെ പോലും എല്ലാം
നിയമത്തിൻ്റേതായൊരു ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കസ്റ്റംസ് നിയമമല്ല എന്നേ പറയേണ്ടി വരും. അത് പറയാനും കഴിയില്ല. ഒരേ സമയം നിങ്ങൾ കസ്റ്റംസിനെ നിയമമാക്കുകയും ചെയ്യും, അതേസമയം ആ കസ്റ്റമിനെ ഒരു രീതിയിലും ഫിൽട്ടർ ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യോ സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്ന ആ ഒരവസ്ഥ വളരെ ഹിപ്പോക്രിറ്റിക്കലാണ്. അപ്പോൾ എന്താണ് പറയുക, ഇദ്ദേഹം സെലിബസിയിൽ വിശ്വസിച്ചിരുന്നു, ഇദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, ഇദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് ദേവസ്വം ബോർഡ് ശബരിമല എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, ആ അഡ്മിനിസ്ട്രേഷൻ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമാണോ, ഇത്ര മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊന്നും നിയമത്തിന് നോക്കണ്ട. നിയമത്തിന് എന്നല്ല, ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിക്കും നോക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ വിശ്വാസങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് ഡിസ്ക്രിമിനേഷൻ, മറ്റൊരു രീതിയിൽ നമ്മൾ ഡിസ്ക്രിമിനേഷനെ നമ്മൾ ഷെൽട്ടർ ചെയ്യുകയും അതിന് വളരാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പരാമർശം എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അത് 1976 മുമ്പും ഇന്ത്യൻ ഡെമോക്രസി ആയിരുന്നു, സെക്യുലറിസം ആയിരുന്നു. ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് എന്ന വാക്കിന് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു റാഡിക്കൽ ഷിഫ്റ്റ് ഒരുപക്ഷെ 1976 ശേഷമായിരിക്കും സംഭവിച്ചത്. പക്ഷേ മറ്റ് രണ്ട് വാക്കുകൾ ഡെമോക്രസിയും സെക്യുലറിസം, അതെ 1976 മുമ്പും ഇന്ത്യ ഡെമോക്രാറ്റിക് ആയിരുന്നു. അതിൽ BR അംബേദ്കർ പറഞ്ഞത് അതെ ഇംപ്ലോയിഡ് ഡെമോക്രസിയാണ്. പക്ഷേ അതേസമയം BR അംബേദ്കർ പറഞ്ഞ മറ്റൊരു രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, വി ആർ ട്രൈങ് ടു മേക്ക് എ സ്റ്റേറ്റ് ഡെമോക്രാറ്റിക് വിച്ച് ഇസ് എസെൻഷ്യലി അൺഡെമോക്രാറ്റിക്. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് ചേരാത്ത ഒന്നാണ് ജനാധിപത്യമെന്നും, എന്നാൽ ജനാധിപത്യമാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ ലക്ഷ്യമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചുകളും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന കൃത്യമായ ഇലക്ട്രൽ കോളേജുകൾക്ക് അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മളുടെ ഭരണഘടന രൂപീകരിച്ചിരുന്ന ആ ഒരു അസംബ്ലി പോലും ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പലവർക്കും ഡെമോക്രസി എന്തിനാണെന്നോ സെക്യുലറിസം എന്തിനാണെന്നോ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവേണ്ട ആവശ്യം എന്തിനാണെന്നോ സമത്വം പോലും എന്നുള്ള രീതിയിൽ എന്തിനാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. അവരെയൊക്കെ നേരിടാൻ ഡോക്ടർ അംബേദ്കർ എന്ന് ആദ്യമേ പറഞ്ഞു, നമ്മൾ ഇതൊന്നുമല്ല, എന്നാൽ ഇതെല്ലാമാണ് നമ്മളാവേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉത്തരം കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം.